നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. T20 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ മികച്ചൊരു വിജയമാണ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ചെന്നൈയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 256 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയിരുന്നു. എന്നാൽ ഈ വലിയ വിജയത്തിനിടയിലും ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെയും ആരാധകരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇന്ത്യയുടെ 6th ബൗളറുടെ പ്രകടനം, പ്രത്യേകിച്ചും ശിവൻ ദുബെയുടെ ബോളിംഗ് ഫോം. വെസ്റ്റ് ഇൻഡീസിനെതിരെ നിർണായക മത്സരം വരാനിരിക്കെ ഈ പ്രശ്നം ഇന്ത്യ പരിഹരിക്കേണ്ടതുണ്ടെന്ന് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര പറയുന്നുണ്ട്. ഇന്ത്യക്കെതിരെ പൊരുതിയാണ് സിംബാബ്വെ കീഴടങ്ങിയത്. ബ്രയാൻ ബെനറ്റിന്റെ 97 റൺസ് പ്രകടനം തീർച്ചയായും എടുത്തു പറയേണ്ടതാണ്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് വരെ എത്താൻ അവർക്ക് കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രധാന പേസർമാർ മികച്ച പ്രകടനമാണ് നടത്തിയത്. 10 ഓവറിൽ വെറും 66 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ അവർ വീഴ്ത്തി. അർഷ്ദീപ് സിംഗ് ആണ് വിക്കറ്റുകളെല്ലാം സ്വന്തമാക്കിയത് എന്ന കാര്യം എടുത്തു പറയണം. 6ാം ബൗളർ എന്ന നിലയിൽ പന്തെറിയാൻ വന്ന ശിവൻ ദുബെ വലിയ രീതിയിൽ റൺസ് വഴങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ശിവൻ ദുബെ തന്റെ 2 ഓവറിൽ വിട്ടുകൊടുത്തത് 46 റൺസാണ്. ഇതിൽ 2 നോ ബോളുകളും 4 വൈഡുകളും ഉൾപ്പെടുന്നുണ്ട്. മത്സരത്തിന്റെ 15ാം ഓവറിൽ ബ്രയാൻ ബെന്നറ്റിനെതിരെ പന്തെറിയാൻ വന്ന ദുബൈക്ക് ഒരു നിയന്ത്രണവുമില്ലായിരുന്നു. തുടർച്ചയായി 3 വൈഡുകൾ എറിഞ്ഞ താരം പിന്നീട് പിച്ചിന് പുറത്തേക്ക് വരെ പന്തെറിഞ്ഞ് നോ ബോൾ വഴങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ എന്നിവർക്ക് ഓവറുകൾ ബാക്കിയുണ്ടായിരുന്നിട്ടും അവസാന ഓവർ എറിയാൻ ക്യാപ്റ്റൻ ദുബൈക്ക് പന്തെറിയാൻ നൽകിയത് ഒരു തെറ്റായ തീരുമാനം തന്നെയായിരുന്നു. സ്പിന്നർമാരും ഈ മത്സരത്തിൽ 8 ഓവറിൽ 70 റൺസ് വിട്ടുകൊടുത്തിരുന്നു. ഈ വിഷയത്തിൽ കൃത്യമായ നിരീക്ഷണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും പ്രമുഖ ക്രിക്കറ്റ് അനലിസ്റ്റുമായ ആകാശ് ചോപ്ര. തന്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ 6ാം ബൗളർ എന്ന നിലയിൽ ദുബെ തീരെ ആത്മവിശ്വാസമില്ലാതെയാണ് പന്തെറിയുന്നത് എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ 3 മത്സരങ്ങളിലായി 7 ഓവർ പന്തെറിഞ്ഞ ദുബെ 113 റൺസാണ് വഴങ്ങിയത്. സിംബാബ്വെക്കെതിരെ 2 ഓവറിൽ 46 റൺസ്, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 ഓവറിൽ 32 റൺസ്, നെതർലൻഡ്സിനെതിരെ 3 ഓവറിൽ 35 റൺസ് എന്നിങ്ങനെയാണ് ആ കണക്കുകൾ. ടീമിന്റെ 6ാം ബൗളർ എന്ന നിലയിൽ ദുബെ പന്തെറിയേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആകാശ് ചോപ്രയുടെ ഈ വാക്കുകൾ വളരെ കൃത്യമാണ്. തിലക് വർമ്മ, അഭിഷേക് ശർമ്മ എന്നിവരുടെ ബൗളിംഗ് ഈ സാഹചര്യത്തിൽ എത്രത്തോളം ഫലപ്രദമാകും എന്നതിൽ ഉറപ്പില്ലാത്തതിനാൽ ദുബെയെ തന്നെ വീണ്ടും ആശ്രയിക്കേണ്ടി വരും. എന്നാൽ ദുബെ ഇത്രത്തോളം റൺസ് വഴങ്ങുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതായത് കളിക്കുന്ന 5 പ്രധാന ബൗളർമാർക്കും മികച്ച ദിവസമായിരിക്കണം എന്ന് നിർബന്ധം വരുന്നു. അവരിൽ ആർക്കെങ്കിലും ഫോം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദുബെയെ പോലൊരു ബൗളറെ ഉപയോഗിക്കുന്നത് വലിയ റിസ്ക് ആണ് എന്ന് ചോപ്ര ചൂണ്ടിക്കാണിക്കുന്നു. T20 ലോകകപ്പിലെ ഇന്ത്യയുടെ അടുത്ത മത്സരം വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ്. ഈ സൂപ്പർ 8 പോരാട്ടം ഇന്ത്യയെ സംബന്ധിച്ച ഒരു വെർച്വൽ നോക്കൌട്ടാണ്. സെമി ഫൈനൽ പ്രതീക്ഷകൾ നിലനിർത്താൻ ഈ മത്സരത്തിൽ വിജയിച്ചേ തീരൂ. വെസ്റ്റ് ഇൻഡീസിനെ പോലൊരു പവർ ഹിറ്റർമാർ അടങ്ങിയ ടീമിനെതിരെ കളിക്കുമ്പോൾ ബൗളിംഗ് നിരയിൽ ചെറിയൊരു പിഴവ് പോലും വലിയ തിരിച്ചടി ഉണ്ടാക്കും. ബാറ്റിംഗ് നിര മികച്ച ഫോമിലാണെങ്കിലും ബൗളിംഗ് ബാലൻസ് ശരിയാക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. 6ാം ബൗളറുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രധാന ബൗളർമാരുടെ മേൽ വലിയ സമ്മർദ്ദമുണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ശിവൻ ദുബെയുടെ ഈ ബൗളിംഗ് പ്രകടനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരത്തിൽ ഇന്ത്യയുടെ 6ാം ബൗളറായി തിളങ്ങാൻ ദുബെയ്ക്ക് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സമയം മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.